2 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ പിണക്കം അവസാനിപ്പിച്ച് ഒരു വേദിയിൽ ഉദ്ധവും രാജ് താക്കറെയും നിന്നു. ഒപ്പം അടിമുടി സിനിമാറ്റിക്കായ പ്രസംഗവും. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം പിൻവലിക്കേണ്ടി വന്ന BJP സർക്കാരിനെതിരെ ഉള്ള റാലിയിലായിരുന്നു പുനഃസമാഗമം. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മഹാരാഷ്ട്രയിൽ പുതിയ രാഷ്ട്രീയ സഖ്യം വരുമെന്ന സൂചന കൂടി ഇരുവരും നൽകുകയും ചെയ്തു. സിനിമാ സ്റ്റൈലിലാണ് രാജ് താക്കറെ അത് പറഞ്ഞത്. സാക്ഷാൽ ബാൽ താക്കറെക്ക് സാധിക്കാത്തത് ഫട്നാവിസിന് കഴിഞ്ഞിരിക്കുന്നു. 20 വർഷത്തിന് ശേഷം ഞങ്ങളെ ഒരുമിപ്പിക്കാൻ പരിഹാസം പൊതിഞ്ഞ് രാജ് താക്കറെ പറഞ്ഞു. तुमच्या हातात सत्ता असेल ती विधान भवनात, आमच्याकडे सत्ता आहे रस्त्यावर. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള മഹായുതി സർക്കാർ ശ്രമമാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത്. കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ജൂൺ 17 ഹിന്ദി ഓപ്ഷണലാക്കി സർക്കുലർ ഭേദഗതി ചെയ്തു. എന്നാൽ ജൂൺ 29 2 സർക്കുലറുകളും പിൻവലിക്കേണ്ടി വന്നു ഫട്നാവിസ് മന്ത്രിസഭയ്ക്ക്. തുടർന്നാണ് ശിവസേന, ഉദ്ധവ് വിഭാഗവും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും വിജയം ആഘോഷിക്കാനായി ഒരുമിച്ചത്. ആവാജ് മറാത്തിച്ച, മറാത്തയുടെ ശബ്ദം എന്ന മഹാറാലിയിൽ 2 പതിറ്റാണ്ടിന് ശേഷം ഉദ്ധവ്, രാജ് താക്കറെമാർ ഒന്നിച്ചു നിന്നു. തോളിൽ കൈയിട്ടു, ഐക്യം പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര പിടിക്കാൻ രാജ് താക്കറെയുമായി ഒന്നിച്ചു പ്രവർത്തിക്കുമെന്ന് ഉദ്ധവ് പ്രഖ്യാപിച്ചു. ഒരുമിച്ച് വന്നത് ഒരുമിച്ച് തുടരാനാണ്, ഉദ്ധവ് പറഞ്ഞു. പഴയ ശിവസേനയിൽ നിന്ന് നാരായൺ റാണെ പുറത്തുപോയപ്പോൾ 2005 മാൽവൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ഇരു നേതാക്കളും അവസാനമായി വേദി പങ്കിട്ടത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.